സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോൺ 13 എന്ന മോഡലാണ് ഇന്ന് നമ്മളിത് ശരിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കതിൻ്റെ ഡിസ്പ്ലേ വളരെ ഈസി ആയിട്ട് ഈ വീഡിയോയിൽ മാറ്റുന്നത് കാണാം. ഐഫോണിൻ്റെ സർവീസ് ചെയ്യാൻ ഇപ്പോഴും പലപ്പോഴും ചിലർക്ക് പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. അത് നമ്മൾ വല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് പ്രശ്നം. നോർമലായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സർവീസ് ചെയ്യാം. സോ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള സ്ക്രൂവും കാര്യങ്ങളും എടുക്കുക. ഓരോ സെക്ഷനിലുള്ള സ്ക്രൂ എടുക്കുമ്പോൾ അതൊരു ഭാഗത്ത് ടാപ്പ് ചെയ്ത് ഒട്ടിച്ചാലും മതി, സ്ക്രൂവും കാര്യങ്ങളും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ അതിൻ്റേതായ ഒരു ഭാഗത്തുള്ള സ്ക്രൂ അതിലേക്ക് ഇടുമ്പോൾ ഫിറ്റിങ്ങും കറക്റ്റായിരിക്കും. പിന്നെ ഒരു പേടിയില്ലാതെ നമുക്ക് പിന്നീട് അതേപോലെ ഫിറ്റ് ചെയ്യാം. മറ്റേത് പലപ്പോഴും ചിലർ സ്ക്രൂവും കാര്യങ്ങൾ പോകുമ്പോൾ പേടിക്കാറുണ്ട്, ഈ സ്ക്രൂ മിസ്സായി. സോ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. സോ നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ ഇതിൽ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാം. LED ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സംഭവം ഓണായിട്ടുണ്ട്. ഓക്കെ, കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. LED ഡിസ്പ്ലേ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. LCDയും വരുന്നുണ്ട്, അതാകുമ്പോൾ ഒന്ന് കട്ടി കൂടിയ ഡിസ്പ്ലേ ആവും, ക്ലാരിറ്റിയിലും മാറ്റം ഉണ്ടാവും. നമ്മൾ കൊടുത്തിട്ടുള്ളത് LED ഡിസ്പ്ലേ ആണ്. സോ ഇനി നമുക്ക് ആ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മേൽഭാഗത്ത് വരുന്ന സ്ട്രിപ്പ് അതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ ഒന്നും കൂടി ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഡിസ്പ്ലേയും കാര്യങ്ങളും നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തു. ഡിസ്പ്ലേ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. സോ ഇനി ഈ ഡിസ്പ്ലേ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ ഡിസ്പ്ലേയിൽ അതിൻ്റെ മേൽഭാഗത്ത് വരുന്ന സ്ട്രിപ്പ് ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടഫാണ് ഇത് റിമൂവ് ചെയ്യാൻ. ഒന്ന് ബ്ലോവർ വഴി ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതിന് ശേഷം ഇതിൽ, കാരണം അതിൽ തന്നെ ഒരു 5 മിനിറ്റ് എടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ പെട്ടെന്ന് ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ചെറുതായിട്ട് റിമൂവ് ചെയ്ത് വെച്ചിരുന്നു. എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലത്തെ ഷീൽഡ് ഇട്ടിട്ട് സ്ക്രൂ ചെയ്യാം. ഈ മാറ്റിൽ തന്നെ കാണുന്നുണ്ടാവും സൈഡ് ഭാഗത്ത് ഞാൻ കുറച്ച് സ്ക്രൂവും കാര്യങ്ങളും ടാപ്പ് ചെയ്തിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ സ്ക്രൂവും കാര്യങ്ങളും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ നമുക്കതിൻ്റെ മേൽഭാഗത്തുള്ള ഷീൽഡിൽ സ്ക്രൂവും കാര്യങ്ങളും നമുക്ക് ഇടാം. ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒരു ഭാഗത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്ക്രൂ തന്നെ നമുക്കതിൽ ഇട്ടിട്ട് ഫിക്സ് ചെയ്യാം. ഐഫോണും കുഴപ്പമില്ലാത്തൊരു ടൈപ്പ് സർവീസിങ് സംഭവമാണ്. അപ്പോൾ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നത് കാണാം. സോ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐഫോണിൻ്റെ ഫ്രെയിമിൽ വെച്ചിട്ട് എല്ലാ സ്ക്രൂ ചെയ്തിട്ട് ഓണാക്കി നോക്കി നോക്കാം. എപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇടുകയാണെങ്കിലും ആദ്യം മേലെ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. കാരണം ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീണ്ടും നമ്മൾ അതേപോലെ റിമൂവ് ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുക. ഐഫോൺ 13 ഇത് നമ്മൾ അറിയണ ഒരു കസ്റ്റമറിൻ്റെ ഫോൺ തന്നെയാണ്, കുഴപ്പമില്ല. നമ്മൾ കുറഞ്ഞ റേറ്റിലാണ് മൂപ്പർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ടൗണിലും മറ്റു മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ്. ഐഫോണും അറിയാലോ, പൊതുവെ ഐഫോണ് ആൾക്കാർ നല്ല റേറ്റ് ഉണ്ട് എന്ന രീതിയിലാണ് കാണുന്നത്. ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഓരോ പാർട്സും കാര്യങ്ങളും വില കുറവും കൂടുതലും എല്ലാം ഉള്ള ടൈപ്പും ഉണ്ട്. സോ നമ്മളെല്ലാം സ്ക്രൂവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഐഫോൺ 13 മറ്റ് ഫോണിൻ്റെ ഡിസ്പ്ലേ ഇടുന്നതിനേക്കാളും എളുപ്പമാണിത്. പക്ഷെ ഒന്നെന്താ വെച്ചാൽ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് ആ പ്രശ്നം ഉണ്ടാവലുണ്ട്. സോ നമ്മളെല്ലാ ഭാഗത്തും സ്ക്രൂവും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ടുണ്ട്, ക്ലീനും ഫിറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററി ഭാഗത്തുള്ള എന്തായാലും ഏറ്റവും ലാസ്റ്റ് വേണം ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഇടാൻ. കാരണം അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണക്ട് ഇടുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററി ഭാഗത്തുള്ള ഷീൽഡ് ഇട്ടിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഷീൽഡ് ഇട്ടു. ഇനി നമുക്ക് അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളാണ്. ഇത് ആദ്യമായിട്ട് ഓപ്പൺ ആയതാണ്. ഇതിന് മുന്നേ മൂപ്പര് ഫോണ് ഓപ്പൺ ചെയ്തിട്ടില്ല. പുതിയ ഫോൺ തന്നെയാണ്, ഒരു കൊല്ലത്തോളമായി.
ഇപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഗ്രീൻ ലൈനും അങ്ങനെയൊക്കെ വന്ന് മൊത്തം കംപ്ലൈൻ്റ് ആയി. അത് നമ്മൾ ജമ്പർ ചെയ്ത് ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് വീണ്ടും അതേപോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഡിസ്പ്ലേ മൊത്തം ചേഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കസ്റ്റമർക്ക് അർജൻ്റ് ആയത് കാരണം നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ എല്ലാം ശരിയാക്കി കസ്റ്റമർക്ക് കൈമാറി. പിന്നെ അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ട് ഫിറ്റ് ചെയ്യാം. മേൽഭാഗത്തൊന്നും ഇട്ടിട്ട് വേണം താഴ്ഭാഗത്ത് ഇങ്ങനെ അടച്ചു വരാൻ. സോ എല്ലാം ഓക്കെ. ഇനി അടിഭാഗത്തുള്ള സ്ക്രൂ കൂടി നമുക്ക് ഇടാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. അതും ഞാൻ ടാപ്പ് ഒട്ടിച്ച് വെച്ച് തന്നെ ചെയ്തു, മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അടിഭാഗത്തുള്ള സ്ക്രൂ ഇട്ട് ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഡിസ്പ്ലേ എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഓൺ ചെയ്യുന്നു. അതിൻ്റെ പഴയ ഡിസ്പ്ലേ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ക്ലീനായി. ഇനി അതിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡും കൂടി കസ്റ്റമർ ഇടണം പറഞ്ഞിരുന്നു. സോ നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഗാർഡും കൂടി അതിൽ ഇടാം. സോ നമ്മൾ സ്ക്രീൻ ഗാർഡ് എടുക്കുന്നു.